തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അപ്പൊ എന്താണെങ്കിലും ഈ കുത്തിപ്പൊക്കുന്ന വീഡിയോസ് സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. വർഷങ്ങൾ കുറെ ആയെങ്കിൽ പോലും ഈ 2024 ഇതൊക്കെ വൈറലായതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ. ബാക്കി ആൾക്കാർക്ക് എല്ലാവരോടും ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. ഐ ആം എൻജോയിങ് ഇറ്റ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. ഇതൊക്കെ ഒരു ഞാൻ തന്നെ ഒരുപാട് ചിരിക്കുന്നു. ഉബൈദിന്റെയും അതുപോലെ ലൂസി ബോയ്. നോ 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 നോ, ഞാൻ പിഴിഞ്ഞെടുക്കും. ഐ മീൻ ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ ഇത് ഇടുന്നൊക്കെ സമയത്ത് തന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ വൈറലാവണേ. ഞാൻ എല്ലാവരും ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ കളിയാക്കണേ എന്നൊക്കെ ഞാൻ അന്ന് ഇതൊക്കെ കളിയാക്കാൻ വേണ്ടി തന്നെ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഞാൻ തന്നെ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട് ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്, വെറുപ്പീരായിരുന്നു. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെയാണ് അപ്പൊ ഞാൻ ഏറി പോണത്? എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, 30 എണ്ണി കഴിയുമ്പോ വായിലൂതി കൊടുക്കണം. ഞാൻ ഇപ്പൊ നാട്ടുകാരിനി എയർ എന്താണെന്ന് പഠിപ്പിച്ചറിയുള്ളൂ. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഊളത്തരോ നാണക്കേടോ വൃത്തികേടോ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ ആകുമ്പോഴാണ് നമ്മൾ എയർ. ഇതിപ്പോ വൈറലാണ് ആയിരിക്കുന്നത്. ഇതൊക്കെ വേണം ജീവിതത്തിൽ കുറച്ച് ഫണ്ണൊക്കെ വേണ്ട. ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കേ. പണ്ട് തൊട്ടേ പറഞ്ഞോണ്ടിരുന്ന സാധനവും നിങ്ങളൊക്കെ കണ്ട് അത്രേ ഉള്ളൂ. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ഞങ്ങൾക്ക് അവിടെ നാട്ടില് വേലയും കൂലി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല. ഞങ്ങളെ പറ്റി അന്വേഷിക്കണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാലേ മനസ്സിലാവും. ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ.